രാജനഗരിക്ക് ഗതകാല പ്രൗഢിയുടെ ഓർമ്മകൾ പുതുക്കി അത്തച്ചമയ ഘോഷയാത്ര. പതിനായിരങ്ങളാണ് ഘോഷയാത്ര കാണാനെത്തിയത്. നാടൻ കലാരൂപങ്ങളും സമകാലിക വിഷയങ്ങൾ പ്രതിപാദിച്ച നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മികവേകും. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജിജീഷ്, എന്തായാലും ആഘോഷം പൊടിപൊടിക്കുക തന്നെ, അങ്ങനെയുണ്ടേ മനസ്സിലാക്കാൻ? ആര്യ പറഞ്ഞതുപോലെ തന്നെ ആഘോഷം അതിൻ്റെ മൂർധന്യത്തിൽ തന്നെയാണ്. കേരളമാകെയുള്ള ഓണാഘോഷങ്ങളുടെ തുടക്കം തന്നെയാണ് തൃപ്പൂണിത്തറ അത്തച്ചമയം, വർണ്ണശബളമായ തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്രയും. അത്തരത്തിലുള്ള വർണ്ണശബളിമ പരമാവധി ഉള്ള നിറഞ്ഞത് തന്നെയായിരുന്നു അത്തച്ചമയ ഘോഷയാത്ര എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇപ്പോൾ ആ അത്തച്ചമയ ഘോഷയാത്ര വീണ്ടും തിരികെ ബോയ്സ് ഹൈസ്കൂൾ മൈതാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2000-ഓളം ആളുകൾ, കലാകാരന്മാർ അടക്കം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. 2000-ഓളം കലാകാരന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി പങ്കെടുത്തിരുന്നു. ഒപ്പം നിരവധി നാടൻ കലാരൂപങ്ങൾ ഈ ഒരു അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് മിഴിവേകാനുണ്ടായി. നിശ്ചല ദൃശ്യങ്ങൾ, സമകാലിക സംഭവങ്ങൾ അതേപടി ഒപ്പിയെടുത്ത നിരവധി നിശ്ചല ദൃശ്യങ്ങൾ ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി നിന്നു. അങ്ങനെ ഒരുപാട് കലാകാരന്മാർ ഒരുമിച്ച് അണിനിരുന്ന അത്തച്ചമയ ഘോഷയാത്ര തന്നെയാണ് ഇതിനെല്ലാം തന്നെ മിഴിവേകി നിന്നിരുന്നത്. എങ്ങനെയായിട്ട് ക്ഷീണിച്ചോ യാത്ര ചെയ്ത്? കലാകാരന്മാർ അവർ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം, അതായത് ഈ സ്റ്റാച്യു ജംഗ്ഷനും വടക്കേക്കോട്ടയും എല്ലാം കടന്ന് തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രം വഴി തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുമ്പോഴേക്ക് ഈ ഘോഷയാത്ര ഏതാണ്ട് നല്ലൊരു പങ്കും കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇത്രയധികം ആളുകൾ ഒരുമിച്ച്, കാരണം അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി പല ഭാഗങ്ങളിൽ നിന്ന്, എറണാകുളം ജില്ലയുടെ മാത്രമല്ല മറ്റു പല ഭാഗങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. അത്രയധികം തിരക്കായിരുന്നു. അവർക്കെല്ലാം കണ്ണിന് വലിയ കാഴ്ചയുടെ വിരുന്നുകളും വിസ്മയങ്ങളും ഒരുക്കി തന്നെയാണ് അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തറയുടെ നഗരവീഥികളെ വർണ്ണാഭമാക്കിക്കൊണ്ട് തന്നെ കടന്നുപോയത്. രാവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്ത, നടൻ ജഗദീഷും മന്ത്രി അനൂപ് ജേക്കബും ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത ആ ഘോഷയാത്ര ഇപ്പോൾ വീണ്ടും സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് സമാപനത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ കലാരൂപങ്ങൾ നിറഞ്ഞ കൂടുതൽ കലാരൂപങ്ങൾ ഓരോ വർഷവും ഈ നിശ്ചല ദൃശ്യങ്ങളെ കൂടുതൽ മിഴിവുള്ളതാക്കി മാറ്റാൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘാടകർ എപ്പോഴും അറിയിക്കാറുള്ളത്. അത്തരത്തിൽ കാഴ്ചയുടെ വലിയ അവിടെയെല്ലാം കണ്ണുകൾ കാഴ്ചയ്ക്ക് വലിയ വിരുന്നൊരുക്കി തന്നെയാണ് അത്തം ഘോഷയാത്ര കടന്നുപോയത്. എങ്ങനെയാണോ രാജഭരണകാലത്ത് ഈ ഒരു അത്തം ഘോഷയാത്ര നടന്നിരുന്നത്, നഗരിയിലൂടെ നടന്നു പോയിരുന്നത്, അതുപോലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോഴും ഈ ആഘോഷ രാവുകൾ ദിനങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നത്.